പ്രീതി ആൻഡ് അനീഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ വെരി സ്വീറ്റ്. അമ്പലത്തിൽ വരുമ്പോൾ ഒരു റൊമാൻസ് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആൻഡ് യുനോ എസ്പെഷ്യലി അവിടെ ഒരു ലിപ് സിങ്കിങ് പോർഷൻ ഉണ്ടല്ലേ ആണിന് വേണ്ടി. അത് അനീഷ് നല്ലോണം പഠിച്ചെടുത്തോ, കേട്ട് വരുന്നു, നല്ലോണം ചെയ്തു. അത് കറക്റ്റ് ആയി. ഓൾമോസ്റ്റ് അനീഷനെ പാടണേന്ന് തോന്നും. ഇറ്റ്സ് വെരി നൈസ്. അപ്പൊ ആ ഒരു സിങ്ക് ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. സോ ചിത്ര ചേച്ചി. പ്രീതി, ഹലോ ചേച്ചി. നല്ലായിരുന്നു പ്രീതി, നന്നായിട്ട് പാടി. കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്ക് ചെറിയ വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. ശ്രീരാഗ സിന്ദൂരമായി ശ്രീരാഗ സിന്ദൂരമായി നാഥ, ചെറിയ വ്യത്യാസം. പിന്നെ അവിടെയൊക്കെ ശ്രുതിയാണ് എനിക്ക് തോന്നിയത്. പാർവണ ചന്ദ്രിക, മേലെ പാൽമഞ്ഞിൽ, അവിടെയൊക്കെ എത്താൻ ഫസ്റ്റ് ടൈം എത്താൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിരുന്നു മോൾ പാടുമ്പോൾ. സെക്കൻഡ് ചിഹ്നത്തിൽ തുടക്കം മാറിൽ മലയാളം തുടങ്ങിയത് പിച്ചിങ്. നിന്മടിയിൽ ഞാൻ, അവിടെയും മൺവീണയായി, അവിടെ ശ്രുതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. മീട്ടുക മീട്ടുക അവിടെ ഒന്ന് മുറിച്ചു. മീട്ടുക മീട്ടുക നീ ശ്വാസം അതിന് മുമ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷെ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് കാണും, ഇവിടെ വന്നപ്പോൾ മറന്നുപോയതായിരിക്കും. ലാസ്റ്റത്തെ ശൃംഗാരഭാവം തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സിന്ദൂരമായ ശൃംഗാരഭാവം അങ്ങനെ അതും ആദ്യം ലാസ്റ്റ് പല്ലേ പാടുമ്പോൾ അതൊരു ചെറിയ കുഴപ്പം. അത്ര ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്കിഷ്ടമായി പാടിയത്. താങ്ക് യു ചേച്ചി. ശരച്ച. പ്രീതി, നന്നായിരുന്നു മോളെ. ഞാൻ എഴുതിയേക്കുന്ന ശ്രുതിയാണ് കേട്ടോ. വരുമ്പോഴും നീ വരുമ്പോഴും യാമം ഇങ്ങനെ കിടക്കാണ് കേട്ടോ. നീല തുടക്കം, പാർവണ തരളിതമായി, തുണ്ടുപല്ലവിയിൽ, ഇതൊക്കെ മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ചരണം തുടങ്ങുന്നതൊക്കെ മോളെ കുറച്ചും കൂടെ കറക്റ്റ് ആയിരിക്കണം സ്റ്റാർട്ടില്ല. പിന്നെ രഞ്ജിനിയായി, പിന്നെ അതുകൊണ്ടായിരിക്കും അവിടെ ശ്രുതി പോയത്. മൺവീണൊക്കെ സൂക്ഷിക്കണം, കൈ വീണ പൊട്ടിപ്പോകും കേട്ടോ മോളെ. ഈ ശ്രുതിയുടെ കാര്യം ഒരു കോംപ്രമൈസും അല്ല. പാട്ടുകാർ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മോള് പാടിയ ഫീലൊക്കെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടമായി. പിന്നെ രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ, നല്ല പാട്ട്. അലക്സ് പോളിന്റെ നല്ല മനോഹരമായിട്ടൊരു ഗാനമാണ്. ഒരു വിധം തിരക്കേടില്ലാതെ പാടി, നന്നായിട്ട് പാടി. വെരി ഗുഡ്. അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ബേസിക്കായിട്ട് ശ്രുതിയാണ്, പിന്നെ രാഗഭാവം. ആ ഭാവം ഈ ചെറിയ പോയിന്റ്സിൽ പാടി, ചിത്ര പാടിയിരിക്കുന്ന ആ ഭാവം ആ രാഗത്തോട് കയറി പിടിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഒരാളൊരു കമന്റ് പറഞ്ഞു, പക്ഷെ ആരാണെന്ന് ഞാൻ നോക്കത്തേ ഉള്ളൂ, പറയത്തില്ല. അനീഷ് വളരെ നന്നായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ ലുക്കുണ്ട്, പക്ഷെ പാടിയപ്പോഴത്തേക്ക് ഒരു കിളവന്റെ ശബ്ദം വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവം, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവരൊക്കെ. ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് നോക്കി കൈയടിക്കുന്ന എന്തിനാ? ഇതെന്തായത്? ആവേശത്തിന് കൈയടിച്ചു പോയത്. അപ്പൊ ആരെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ചേച്ചി പറയില്ലെന്നറിയാം. അനീഷൻ വിട്ടുപോയതാണ്. സാക്ഷാൽ എണ്ണ വിൽക്കുന്ന അണ്ണാച്ചി, എണ്ണാച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കാവേരി. ഹായ് പ്രീതി. ഹായ് ചേച്ചി. നന്നായിരുന്നു, സോങ് വളരെ നന്നായിരുന്നു. അനീഷ് നന്നായിരുന്നു, കോസ്റ്റ്യൂംസ് നന്നായിരുന്നു, നല്ലൊരു എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, ചോദിക്കട്ടെ? എന്തിനാ കണ്ണടച്ച് പാടുന്നേ? സ്ട്രെയിൻ ഉണ്ട് തൊണ്ടയ്ക്ക്, അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ കണ്ണടച്ച്. ഞാൻ സാധാരണ ചെയ്യാറില്ല, പക്ഷെ ഒത്തിരി എനിക്ക് എങ്ങനെ തോന്നി കണ്ണടച്ച് ആക്ച്വലി ഹൈ പിച്ച് ഒക്കെ പോകുമ്പോ കുറച്ച് കോൺസെൻട്രേറ്റ്, കാരണം ഭയങ്കര സ്ട്രെയിൻ ആവും മുകളിലേക്ക് പോകുമ്പോ. തൊണ്ട കുറച്ച് ശരിയല്ല, അതുകൊണ്ട്. പക്ഷെ നന്നായിരുന്നു സോങ്സ്, രണ്ടുപേരും നന്നായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you, judges. Any marks? Okay, let's ask Shreyata out of 30. 26. Thank you, sir. Thank you, Sharat sir. 26. Thank you, sir. Chitra Chechi. ഞാനും 26. 26 and Kaveri. 8. Thank you. 78 plus 8, 86. 86 marks ആണ്. എല്ലാം കഴിഞ്ഞില്ലേ? പ്രീതിയുടെ പെർഫോമൻസസ് മൂന്നെണ്ണം കഴിഞ്ഞു. 83, 85.
and now 86. 86 is a good score to get because I think our score vechittu you just about scraped through into our next stage. So congrats. അപ്പോ അതിന് ഞാൻ വേണ്ടി വന്നു. കഴിഞ്ഞ രണ്ട് താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ രണ്ട് റൗണ്ട്സിലും ഒരു ഇത്തിരി കമ്പയർഡ് ടു ഇത് ഇത്തിരി വീക്കായിരുന്നു, പക്ഷെ ഇതില് അനീഷിന്റെ ഹെൽപ്പ് കാരണം നടന്നു. എനിക്ക് ഇത്രയേ പറ്റൂ. അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ ഈ ഒരു എപ്പിസോഡേ ഉള്ളൂ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയാണ് പെട്ടെന്ന് വന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാല് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വേദിയിൽ ഒന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ ജഡ്ജസിന്റെ മുന്നിൽ ഒരു ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, മാത്രമല്ല നല്ല പാട്ടുകാരിയായ പ്രീതിയോടൊപ്പം ഒരു പേരായി നിൽക്കാൻ കഴിഞ്ഞതിലൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് രഞ്ജിനിയുടെ ആങ്കറിങ്. അപ്പൊ അതൊക്കെ കൊണ്ട് ടോട്ടലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനീഷ്. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക് വരുന്ന പ്രോജക്ട്സിനൊക്കെ. വിൽ സീ യു ദേർ. ഞങ്ങളുടെ ഈ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഞാനും പ്രീതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ദയവേത് പ്രീതിക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് ISS space